എന്താണ് ഹിന്ദു ധർമ്മം? പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്കുകൂടിയാണിത്. ഭാരതത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നാണ്. ഇത് ആധുനിക കാലഘട്ടത്തിൽ ആരുവിട്ട പേരല്ല. ഇത് വിഷ്ണുപുരാണത്തിൽ പറയുന്നു, ഹിമാലയം സമാരഭ്യം യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വടക്ക് ഹിമാലയം മുതൽ തെക്ക് ഇന്ദു സരോവരം വരെ, അതായത് ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ പുണ്യഭൂമി ദേവനിർമ്മിതമാണ്, ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഇതിന് പറയുന്ന പേരാണ് ഹിന്ദുസ്ഥാനം. ഈ ഹിന്ദുസ്ഥാനിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്. സ്വാഭാവികമായും ഒരു സംശയമുണ്ടാവും, ഇവിടെ മറ്റു മതസ്ഥരൊക്കെയില്ലേ, അവരെയൊക്കെ എങ്ങനെ ഹിന്ദു എന്ന് പറയാൻ കഴിയും? ഇവിടെയാണ് വിഷ്ണുപുരാണം തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. ആ സിന്ധോ സിന്ധു പര്യന്ത യസ്യ ഭാരതഭൂമിക പിതൃഭൂ പുണ്യഭൂസൈവ സവൈ ഹിന്ദുരിതി സ്മൃത. ആസേതു ഹിമാചലം വ്യാപിച്ച് കിടക്കുന്ന ഈ ഭാരതഭൂമിയെ പിതൃഭൂമിയും പുണ്യഭൂമിയുമായി കരുതി ആരാണോ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവനാണ് ഹിന്ദു. ഈ ഹിന്ദുവിൻ്റെ ജീവിതക്രമത്തിന് പറയുന്ന പേരാണ് ഹിന്ദുത്വം. അവൻ്റെ ആ മൂല്യാധിഷ്ഠിത ജീവിതക്രമമാണ് ഹിന്ദുത്വം. അതാണ് ധർമ്മം, അതായത് സനാതന ധർമ്മം. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവേണ്ടതാണ്. ധർമ്മത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് വ്യാഖ്യാനിക്കുന്നുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ദയവായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാണുന്ന എല്ലാവരും അങ്ങനെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നമസ്തേ.